ബി.ജെ.പി. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേരളത്തിന് സമർപ്പിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്നലെ അർദ്ധരാത്രിയോടെ തിരുവനന്തപുരത്തെത്തിയ അമിത്ഷാ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പ്രൗഢോജ്വല സ്വീകരണം നൽകി. രാവിലെ 11 മണിക്കാണ് മാരാർജി ഭവന്റെ ഉദ്ഘാടനം. തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃത്വ സംഗമത്തിലും ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ബി.ജെ.പി. സംസ്ഥാന ഓഫീസിൽ നിന്ന് എസ് ശാലിനി ചേരുന്നു. ശാലിനി, ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സ്വപ്ന സാഫല്യ ദിനമാണ് ഇന്ന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എപ്പോഴായിരിക്കും അമിത്ഷാ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേരുക? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആത്മാഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്വയംസേവകരും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ ഓരോ സാധാരണ പ്രവർത്തകരും ആ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ബി.ജെ.പിയുടെ സംസ്ഥാന കാര്യാലയം മാരാർജിയുടെ പേരിലുള്ള ആ ഒരു സ്വപ്ന ഭവനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ബി.ജെ.പിയുടെ ഓരോ പ്രവർത്തകരുടെയും വീട്, കുടുംബം, അത് ഇന്ന് ഔദ്യോഗികമായി ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ നാടിന് സമ്മാനിക്കുകയാണ്. ബി.ജെ.പി. പ്രവർത്തകർക്ക് സമ്മാനിക്കുകയാണ്. അതിൻ്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കും നടപടികളിലേക്കും ഒക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സ്വകാര്യ ഹോട്ടലിൽ വിശ്രമിക്കുന്ന ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആദ്യം നടക്കുന്ന ആ ഒരു നടപടി അല്ലെങ്കിൽ ആ ഒരു ചടങ്ങ് എന്നുള്ളത് ഏറ്റവും മുൻപിലായി, അതായത് മാരാർജി ഭവന്റെ മുൻപിലായി തയ്യാറാക്കിയിട്ടുള്ള കൊടിമരത്തിൽ പാർട്ടിയുടെ പതാക ഔദ്യോഗികമായി ഉയർത്തും. അതിന് തൊട്ടടുത്തായി ഒരു ചെമ്പകത്തൈ അദ്ദേഹം നടുന്നുണ്ട്. ചെമ്പകത്തൈ നട്ടതിന് ശേഷമാണ് ഈ ഒരു സ്റ്റേറ്റ് ഓഫീസിന് ഉള്ളിലേക്ക് ആഭ്യന്തരമന്ത്രി കടന്നു വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലായി ആ ഒരു പ്രധാന കവാടം തുറക്കുമ്പോൾ അവിടെ ഒരു നാടമുറിക്കൽ ചടങ്ങുണ്ട്. നാടമുറിച്ചതിന് ശേഷം ജനസംഘത്തിന്റെ നേതാക്കന്മാരായ ദീൻദയാൽ ഉപാധ്യായയുടെ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രത്തിന് മുൻപിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. അവിടെ നിലവിളക്ക് കൊളുത്തി ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങ് അദ്ദേഹം നടത്തുകയും ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ കാത്തിരുന്ന മറ്റൊരു വിശേഷാൽ ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. ഈ ഒരു നടുത്തളത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കെ.ജി. മാരാർജിയുടെ വെങ്കല പ്രതിമ, അർദ്ധകായ വെങ്കല പ്രതിമ, അത് ഇന്ന് അദ്ദേഹം അനാച്ഛാദനം ചെയ്യുകയാണ്. ഒരുപക്ഷെ സ്വപ്നഭവനം തയ്യാറാക്കാൻ, സ്വപ്ന കെട്ടിടം തയ്യാറാക്കാനൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ നീണ്ട 2.5 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പാണ് ഓരോ സ്വയംസേവകരുടെയും ഓരോ ബി.ജെ.പിയുടെ പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ ആ പ്രതീക്ഷകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏകദേശം 60,000 സ്ക്വയർ ഫീറ്റിൽ പൂർത്തീകരിച്ച് 7 നില കെട്ടിടം, ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സ്വപ്ന കെട്ടിടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ആ ഒരു സ്വപ്ന കെട്ടിടം ഇന്ന് ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ നാടിന് സമർപ്പിക്കാൻ എത്തുന്നത് ഈ ഒരു കെട്ടിടത്തിന് അല്ലെങ്കിൽ ഈ ഒരു മാരാർജി ഭവന് തറക്കല്ലിട്ട ആ ഒരു ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ചാണക്യൻ തന്നെയായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തകരും അതിനെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ആ കാത്തിരിപ്പ് പൂർണ്ണതയിലേക്ക് എത്താനായിട്ടുള്ളത്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ബി.ജെ.പി. മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ് കൂടിയായ ദേശീയ നേതാവ് കൂടിയായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്ത് എത്തിയത്. ഗംഭീരമായ ഒരു ആവേശത്തോടു കൂടി തന്നെയാണ് സാധാരണ ജനങ്ങളടക്കമുള്ളവർ ചേർന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ അനന്തപുരിയിൽ സ്വീകരിച്ചത്. 12 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി. അതിനുശേഷം ഇപ്പോൾ സ്വകാര്യ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. അവിടെ നിന്നും ഇനിയിപ്പോൾ അദ്ദേഹം വരാൻ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്, ഇവിടെ ആ ഒരു ഔദ്യോഗിക ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നതും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്നുള്ളത് ഈ ഒരു സംസ്ഥാന ഭാരവാഹികളെ അടക്കം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പുതിയ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒക്കെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം ഇടുമ്പോൾ മുതൽ ചുക്കാൻ പിടിച്ചൊരു നേതാവ് കൂടിയാണ് അദ്ദേഹം. നമുക്കൊപ്പം ചെയ്യുകയാണ്. സുരേഷ് ഏട്ടാ, ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തലസ്ഥാനത്തെ ആ ഒരു കെട്ടിടം എന്നല്ല, ഒരു ഭവനം, സ്വയംസേവകരുടെയും ബി.ജെ.പി. നേതാക്കന്മാരുടെയും ബി.ജെ.പിയുടെ സ്വയം പ്രവർത്തകരുടെയും ഒക്കെ ആ ഒരു ഔദ്യോഗിക ചടങ്ങിന് ഇനി ചില നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ? ഇത് കേവലം ഒരു കോൺക്രീറ്റ് കെട്ടിടമല്ല. 25 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ മെമ്പർഷിപ്പിനോടൊപ്പം 1 രൂപ ഓരോ പ്രവർത്തകനും നൽകി 10,000 വരുന്ന പ്രവർത്തകരുടെ ജീവരക്തവും അതോടൊപ്പം തന്നെ അവരുടെ വിയർപ്പിൻ്റെയും ഒരു സൗധമാണിത്. ഇതിൽ പ്രവർത്തകരുടെ അനുഭൂതി
അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ വികാരം, പ്രവർത്തകരുടെ അഭിലാഷങ്ങൾ, ഇതിൻ്റെയൊക്കെ തന്നെ ഒരു വലിയ മണ്ഡപമാണ് ഞങ്ങളുടെ ഈ സംസ്ഥാന കാര്യാലയം. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി BJP കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുതിയ കേരളം രൂപീകരിക്കപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ഭാവിയിൽ ഈ മാരാർജി ഭവൻ എഴുതപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് 11 മണിക്ക് അമിത്ഷാജി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞാൽ അദ്ദേഹം നേരെ പോകുന്നത് കേരളത്തിൽ 1.5 ലക്ഷത്തോളം വരുന്ന പ്രവർത്തകർ കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ആരംഭം കുറിക്കുന്ന ക്യാമ്പയിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. ഇത് ഇത് തമ്മിൽ പരസ്പരം ബന്ധമുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങൾ 3.5 മാസം മുമ്പ് ആരംഭിച്ചതാണ്. അത് ഇന്ന് ഒരു വലിയ വിജയത്തിൻ്റെ ഒരു 1-ാം ഘട്ടം പൂർത്തിയാവുകയാണ്. ഇവിടെ ഒരു പുതിയ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ഒരു ലക്ഷ്യം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ പ്രസിഡൻ്റായ ശേഷം. അതോടൊപ്പം തന്നെ ആ പ്രവർത്തനത്തിന് വേണ്ടി ഒരു രൂപരേഖയും റോഡ് മാപ്പും ചിട്ടപ്പെടുത്തി കഴിഞ്ഞു. ആ റോഡ് മാപ്പിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ ഈ മാരാർജി ഭവൻ മാറും. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുഭൂതിദായകമായിട്ടുള്ള ഒരു ദിവസമാണ്, ഒരു ചടങ്ങാണ്, ഒരു ഭവനാണ് ഈ മാരാർജി ഭവൻ. അത് ഞങ്ങൾക്ക് ഭാവിയിലേക്കുള്ള എല്ലാ നന്മയുടെയും ഒരു കേന്ദ്രമായിട്ട് മാറും എന്നുള്ള വിശ്വാസമുള്ളത്. സൂചിപ്പിച്ചത് തന്നെ ഒരു ദീർഘവീക്ഷണം നമുക്കിവിടെ കാണാൻ സാധിക്കും. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിനൊക്കെ ചുക്കാൻ പിടിക്കാൻ സംസ്ഥാന നേതാക്കന്മാർ, സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഈ ബിൽഡിങ്ങിൽ നിന്നുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മാരാർജി ഭവനിൽ നിന്നുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓരോ താമരകൾ സംസ്ഥാന വ്യാപകമായി വിരിയുമ്പോഴും ആ വിരിയുന്ന സന്തോഷം പങ്കുവെക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഇനി മാറാൻ പോകുന്നതും ഈ BJPയുടെ സംസ്ഥാന കാര്യാലയമാണ്. ഒരുപക്ഷെ ഒരുപാട് സ്വയം സേവകർ, നമ്മൾ അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞതുപോലെയാണ്, ₹1 പോലും ഈ സംഭാവനയായി നൽകിയ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അവരുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ കൂടി, ഒരു ആത്മസമർപ്പണത്തിൻ്റെ കൂടി, ഒരു പരിസമാപ്തി കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ കൂടി ഇന്ന് ഈ മണിക്കൂർ കടന്നു പോവുകയാണ്. എന്തായാലും 11 മണിയോട് കൂടിയാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. അതിനുശേഷം 11 കൂടി നേതൃസംഗമത്തിൽ, വാർഡുതല നേതൃസംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. തുടരുക. നമുക്ക്